ടു നാറ്റമി. എല്ലാവർക്കും നാറ്റമിയുടെ ലൈവ് എക്സാം ഓറിയന്റേഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ലൈവിലുള്ള ഇന്ന് നമ്മൾ ലൈവിൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമുക്കറിയാം സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആണ് നമ്മൾ എന്ത് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഏകദേശം 4 ചാപ്റ്ററുകൾ. ഇന്നും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ചാപ്റ്ററുകളുമായിട്ടാണ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കേൾക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി ആണെങ്കിൽ എന്ത് ചെയ്യുക, റെഡി ആണെന്ന് അറിയിക്കുക. ഓക്കെ, കമന്റ് ബോക്സിലൂടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അറിയിക്കുക. ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചോദിക്കാൻ മറക്കരുത്. ഓക്കെ, കൃത്യമായിട്ട് എന്തെങ്കിലും ചോദിക്കണം. അപ്പൊ നമ്മുടെ എക്സാം ഒക്കെ ഏകദേശം അടുത്ത് കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമുക്കിനിപ്പോ ഇവിടെ അടുത്ത് ഒന്നെങ്കിൽ ഈ മാസം നമ്മൾ പ്രാക്ടിക്കൽ എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തീർത്തും എക്സാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ തന്നെ നമ്മൾ എന്തിനാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നമ്മൾ കൃത്യമായിട്ടൊരു വിജയത്തോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ ഇനി പുറത്തിറങ്ങേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇനി അങ്ങോട്ട് ഒഴിഞ്ഞു വെക്കണം. നമ്മളെ സമയങ്ങൾ മൊത്തം നമ്മൾ എന്തിനാണ് എക്സാമിന് വേണ്ടിയിട്ടും നമ്മൾ എന്തിനാണ് മാറ്റി വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചാൽ വിജയിക്കാത്തതായിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇടപെടുക, പഠനത്തിൽ എന്ത് ചെയ്യുക, കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവർക്കും വിജയം നേരുന്നു. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 26 ആണ്. ഓക്കെ, 26ാമത്തെ ചാപ്റ്റർ ആണ്, ഇന്ത്യൻ സൊസൈറ്റി, ട്രൈബൽ, റൂറൽ ആൻഡ് അർബൻ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ ആ ചോദ്യത്തരങ്ങളെയാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം 1 വേർഡ് ക്വസ്റ്റൻസുകൾ ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ബ്രാക്കറ്റിൽ നിന്ന് കണ്ടെത്താനുണ്ടായിരിക്കാം, അതുപോലെ തന്നെ നമുക്ക് കോളം നിന്നിട്ട് അതിൽ നിന്ന് യോജിപ്പിക്കാനുണ്ടായിരിക്കാം, അതുപോലെ തന്നെ 1 വേർഡ് ക്വസ്റ്റൻസുകൾ ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ഏകദേശം പാരഗ്രാഫ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസുകൾ അല്ലെ, പിന്നെ നമുക്ക് എസ്സേ ക്വസ്റ്റൻസുകളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഓരോന്നിനും നമുക്കിത് കാറ്റഗറൈസ് ചെയ്തിട്ട് ABC എന്നുള്ള ലെവലിൽ ക്വസ്റ്റൻസുകൾ കാണാൻ പറ്റും. വളരെ വിശാലമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും, പക്ഷേ നമുക്ക് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസുകളൊക്കെ നമുക്ക് എന്ത് പറ്റും, അതിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിന് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ നമ്മൾ പ്രശ്നം ബ്രാക്കറ്റുകളിൽ നിന്ന് ഉചിതമായത് ഉപയോഗിച്ച് ശൂന്യത പൂരിപ്പിക്കുക എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റൻസ് കാണാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, അതിന് എന്ത് ചെയ്യുക, ഉത്തരം നമുക്ക് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, ആദിവാസികളുടെ സമ്പത്ത് വ്യവസ്ഥ ഡാഷ് തരത്തിലാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പിന്നോക്ക അവസ്ഥയിലാണോ അതോ വികസനമായിട്ടുള്ള പ്രാകൃതമാണോ വികസിതമായിട്ടുള്ള അവസ്ഥയിൽ? നമുക്കറിയാം സ്വാഭാവികമായിട്ടും ആദിവാസികൾ ഇന്നും നമ്മൾ എന്താണ് പിന്നോക്ക അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ പിന്നോക്ക അവസ്ഥയിലാണ് നമുക്ക് എന്ത് പറ്റും, പറയാൻ പറ്റും. ഇനി നോക്കൂ, രണ്ടാമത്തെ ദിവസം ആദിവാസികളുടെ ഡാഷ് ആണ് മതം അല്ല, അവരുടെ മതം എന്നുള്ളതാണ് ക്രിസ്ത്യൻസോ മുസ്ലിംസോ അല്ലെങ്കിൽ എന്താണ് അവരുടെ സ്വന്തമായിട്ടുള്ള മതമാണോ ഏതാണ് എന്നുള്ളത് നമുക്ക് ഡൗട്ട്സ് ഉണ്ടാവുക. മിക്കവാറും അധിക ആദിവാസികൾക്കും അവരുടെ ഗോത്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള സ്വന്തം മതമാണ് അവർ എന്ത് അവര് എന്ത് ചെയ്യുന്നത്, അവർക്ക് അവരുടേതായിട്ടുള്ള സ്വന്തം മതമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ആദിവാസി സമൂഹത്തിന് ഡാഷ് അസമത്വത്തിന്റെ എന്ത് ചെയ്യുന്നു, എന്താണ് ഡാഷ് അസമത്വത്തിന് മാറി നിൽക്കുന്നത് വെച്ചാൽ തീവ്രമായിട്ടുള്ള മിതമായില്ല ചെറിയൊരു അസമത്വത്തിന് എന്തെന്നു ആദിവാസി സമൂഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ചെറിയ ഉത്തരങ്ങളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. 1 വേർഡ് ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് ചോദിക്കാനുണ്ടാകും. അപ്പൊ അതെന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇന്ത്യയിലെ 5 പ്രധാന ഗോത്രങ്ങൾ പറയുക എന്നുള്ളതാണ്. ഇപ്പോ ഗോണ്ട് എന്നുള്ളത് ബിൽ, സന്താൽ, മിന, ഓറോൺ എന്നിങ്ങനെ മെയിൻ ആയിട്ടുള്ള 5 ഗോത്രങ്ങൾ ഇവയാണ്. ധാരാളം ഗോത്രങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പെട്ടെന്ന് മെയിൻ 5 ഈ ദ്രാവിഡ ഭാഷ സംസാരിക്കുന്ന അല്ലെങ്കിൽ നമുക്കറിയാം ദ്രാവിഡ ഭാഷ അല്ലെ നമ്മുടെ ഫസ്റ്റ് ഭാഷയാണ്. അപ്പൊ ദ്രാവിഡ ഭാഷ സംസാരിക്കുന്ന പ്രധാന ഗോത്രത്തിന്റെ പേര് പറയുക എന്നതാണ് ഖോണ്ട എന്നുള്ളതാണ്. ഓങ്കുകൾ എവിടെയാണ് കാണപ്പെടുന്നത് എന്നുള്ളതാണ്. ആൻഡമാൻ ദ്വീപിൽ കാണപ്പെടുന്ന ഓങ്കുകൾ വിഭാഗത്തിൽപ്പെട്ട ഗോത്രവർഗ്ഗങ്ങൾ. പടിഞ്ഞാറൻ മേഖലയിലെ 3 ഗോത്രവർഗ്ഗങ്ങളുടെ പേര് എഴുതുക. മിന, റബാരി, ഡാങ് എന്നിങ്ങനെ 3 വിഭാഗങ്ങളാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ്. ഈ ഗോത്രങ്ങൾക്ക് ഭൂമി അന്യാധീനപ്പെടുന്നതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് 1 വേർഡ് ക്വസ്റ്റൻസിലൊക്കെ നമുക്ക് എന്തെങ്കിലും 2 വരിയിലൊക്കെ എത്രയും ഇതുണ്ടാവും. അപ്പൊ അതാണ് ഇത് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ നാണയ സമ്പത്ത് വ്യവസ്ഥയാണ് ഗോത്രങ്ങൾക്കിടയിൽ ഭൂമി അന്യാധീനപ്പെടാനുള്ള പ്രധാന കാരണമായിട്ട് പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കുക. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ് ഷിഫ്റ്റിംഗ് കൃഷി എന്ന് പറയുന്നത്. മട്ടുപാവിൽ എന്ന് വെച്ചാൽ എന്താണ് ഉയർന്നു മറിച്ച് പറമ്പ് വെട്ടിത്തളിച്ച് കൃഷി ചെയ്യുന്നതിനാണ് ഷിഫ്റ്റിംഗ് കൃഷി എന്ന് പറയുന്നത്. നമുക്കറിയാം പറമ്പ് തട്ടുകളായിട്ട് തിരിച്ചിട്ട് അതിൽ കൃഷി ചെയ്യുന്ന ഒരു സിസ്റ്റം, അതിനാണ് ഇത് പറയുന്നത് ഈ ഷിഫ്റ്റിംഗ് കൃഷി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ആദിവാസികൾ ഔപചാരിക വിദ്യാഭ്യാസത്തിൽ താല്പര്യം പ്രകടിപ്പിക്കാത്തത് എന്നുള്ള 1 വേർഡ് ക്വസ്റ്റൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നോക്കൂ, സിലബസും സമയവും അവരുടെ സംസ്കാരത്തിനും ആവശ്യത്തിനും അനുസരിച്ചല്ലാത്തതിനാൽ ഔപചാരിക വിദ്യാഭ്യാസം വരുന്നത് ആദിവാസികളുടെ താല്പര്യം കുറവാണ് എന്നുള്ളത്. അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. അപ്പൊ അതിനനുസരിച്ചായിരിക്കില്ല നമ്മുടെ വിദ്യാഭ്യാസ മേഖലകൾ പ്രവർത്തനം. അപ്പോൾ അവരവരുടെ എന്താണ് വിശ്വാസ കാര്യങ്ങൾ കർമ്മങ്ങളൊന്നും വിട്ടിടുന്നില്ല, അവർ പ്രവർത്തിക്കുന്നവരല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. അപ്പൊ അതിനുകൊണ്ട് തന്നെയാണ് അവർ അവരുടേതായ ഔപചാരികമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നു പിന്നിലേക്ക് പോകുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. നെക്സ്റ്റ് നോക്കൂ, ഗോത്രവർഗ്ഗർക്കിടയിൽ അടിമവേലയുടെ കാരണം എന്താണ് എന്നുള്ളത്. ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ അടിമവേല ചെയ്യിക്കുന്ന സിസ്റ്റം ഉണ്ട്, അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇതിൽ ക്വസ്റ്റൻസ്. നോക്കാം, പണത്തിന്റെ അഭാവം കുറവാണ് ആദിവാസി മേഖലയിൽ അധിക പേരും എന്താണ് ഈ ഒരു കൂലിവേലക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കൂലിവേലക്ക് പോകാൻ കാരണം നമുക്കറിയാം എന്താണ് അധിക പേരും കൂലിവേലക്ക് പോകാൻ കാരണം അവരുടെ പണത്തിന്റെ അഭാവമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ എഴുതാൻ പറ്റുന്നതാണ്. ഇനി നോക്കൂ,
ഈ ബ്രാക്കറ്റുകളിൽ ഉചിതമായ വാക്കുകൾ ഉപയോഗിച്ച് പൂരിപ്പിക്കുക. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്താണ് ബ്രാക്കറ്റ് നമുക്ക് പൂരിപ്പിക്കാനുണ്ടാകും. അപ്പൊ ഗ്രാമീണ മേഖലയിൽ ആധിപത്യം പുലർത്തുന്ന ഒരു ഡാഷ് ആണ് എന്നുള്ളതാണ്. ഇപ്പോ തൊഴിൽ ആണ് എന്ത് ഗ്രാമീണ മേഖലയിൽ ആധിപത്യം പുലർത്തുന്ന തൊഴിൽ മെയിനായിട്ട് എന്താണ് കാർഷികമാണോ അതോ വ്യവസായികമാണോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആണോ? അല്ല, എല്ലാവർക്കും അറിയാം കാർഷികപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നോക്കൂ, ഗ്രാമങ്ങളിൽ എന്താണ് ജനസാന്ദ്രതയുടെ അളവ് അല്ലെ കൂടുതലാണ്, താഴ്ന്നതിന് മിതമാണ് അല്ലെ, ജനസാന്ദ്രത കുറവായിരിക്കും, തിങ്ങിപ്പാർക്കുന്ന അവസ്ഥ കുറവായിരിക്കും ഇവിടെ ഗ്രാമമേഖലയിൽ എന്നുള്ളതാണ്. ഈ ഗ്രാമ സമ്പദ് വ്യവസ്ഥ എന്താണ് വികസിതമാണ്, വികസിതമല്ലാത്ത പ്രാകൃതമാണ് അല്ലെ, കുറച്ച് വികസിത കുറവുള്ളവരാണ് എന്ത് ഗ്രാമ സമ്പദ് വ്യവസ്ഥ. ഇന്ത്യൻ ഗ്രാമങ്ങൾക്ക് ഡാഷ് സംവിധാനമുണ്ട്, ജാതി വർഗം എസ്റ്റേറ്റ്. ഏത് സംവിധാനമാണുള്ളത്? ജാതി വ്യവസ്ഥ എവിടെ കാണാൻ പറ്റുന്നതാണ്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ തന്നെ ഇന്ത്യൻ ഗ്രാമങ്ങൾക്ക് തന്നെ ഏത് സംവിധാനം? ജാതി സംവിധാനം ഉണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കൂ, നഗര സമൂഹങ്ങളിൽ കൂടുതലും ഡാഷ് തൊഴിലുകളാണ് ഉള്ളത്. നഗരപ്രദേശങ്ങളിൽ നമുക്ക് കാർഷികമാണോ അല്ലെങ്കിൽ പുരോഹിത്യമാണോ അല്ലെങ്കിൽ കാർഷികേതര ഏതാണ് കാർഷികേതര തൊഴിലുകളാണ് ഇതിന് നഗരങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നത്. നഗര സമൂഹങ്ങളിലെ വ്യക്തികളുടെ സമ്പർക്കം, അജ്ഞാതത്വം, ബന്ധുത്വം പ്രധാന സവിശേഷതയാണ്. ഡാഷ് നഗര സമൂഹങ്ങളുടെ അപ്പം തന്നെ അജ്ഞാതത്വം നഗര സമൂഹങ്ങളുടെ ഒരു സവിശേഷതയാണ് ഇതിന്റെ അജ്ഞാതത്വം എന്നുള്ളത്. നമുക്ക് മറ്റുള്ളവരെ അറിയപ്പെടാത്തൊരവസ്ഥ അല്ലെ, മറ്റുള്ളവരുടെ ബന്ധം പുലർത്താത്ത അവസ്ഥ. കാരണം നമ്മൾ അവിടെ എന്തെന്നില്ല, ഒരു ഗ്രാമപ്രദേശങ്ങളിൽ കാണുന്ന ഒരു അറ്റാച്ച്മെന്റ് അവിടെ ഇല്ല, നഗരപ്രദേശങ്ങളില്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നോക്കൂ, നഗര സമൂഹങ്ങളിൽ സമ്പദ് വ്യവസ്ഥ, പണം, കാർഷിക ബാറ്റർ ഉണ്ട് എന്നുള്ളത് അല്ലെ, പണ സംവിധാനമാണ് ഇവിടെ നഗരപ്രദേശങ്ങളിൽ കാണപ്പെടുന്നത്. നഗരപ്രദേശ ആളുകൾക്ക് സാംസ്കാരിക എന്തുണ്ട്, വൈവിധ്യമുണ്ട് എന്നുള്ളതാണ് എന്ത് നഗരപ്രദേശങ്ങൾക്ക്. ഇനി ചെറിയ ഉത്തരങ്ങളായിട്ട് ചെയ്താൽ ഒരു മെട്രോയിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ എത്രയാണ് എന്നുള്ളതാണ്. മെട്രോ എന്ന് വെച്ചാൽ 10 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ഒരു മെട്രോയിൽ വരുന്നത്. നഗരപ്രദേശങ്ങളിൽ ചിലർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് പ്രാഥമിക ഗ്രൂപ്പ് പെരുമാറ്റത്തിന്റെ തകർച്ചക്കാണ് കാരണം. എന്ന് വെച്ചാൽ അടുത്തുള്ള ഒരു ബന്ധം, പ്രാഥമിക ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു, ദ്വിതീയ ഗ്രൂപ്പ്, തൃതീയ ഗ്രൂപ്പ് നമ്മൾ പഠിച്ചിരുന്നു. പ്രാഥമിക ഗ്രൂപ്പുമായിട്ടൊരു ബന്ധം നമുക്കെന്തില്ല, അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അതല്ല എന്തെന്ന് ചിലർക്ക് മാനസിക പ്രശ്നങ്ങൾ നഗരപ്രദേശത്തുള്ളവർക്ക് വരാൻ കാരണമാകുന്നത്. ഓക്കെ, ഇനി കുടിയേറ്റത്തിന്റെ ഫാക്ടർ എന്താണ്? ഗ്രാമങ്ങളിൽ ദാരിദ്ര്യം ഒരാളെ തൊഴിൽ പട്ടണത്തിലേക്ക് തള്ളിവിടുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിനാണ് ഇതിലേക്ക് കുടിയേറ്റത്തിലേക്ക് വരാൻ കാരണം ഗ്രാമപ്രദേശങ്ങളിൽ അദ്ദേഹത്തിന് ഇതിൽ ആ ജോലി ലഭിക്കാത്തത് കാരണം, അല്ലെങ്കിൽ പണം ലഭിക്കാത്തത് കാരണം അദ്ദേഹത്തിന് മറ്റു മേഖലയിൽ മുന്നിൽ തള്ളിവിടാൻ കാരണമാകുന്നു എന്നുള്ളതാണ്. നഗരപ്രദേശങ്ങളിൽ തൊഴിലില്ലായ്മയുടെ കാരണം എന്താണ്? കാലത്തെ ജനസംഖ്യ എന്നുള്ളതാണ്. നഗരപ്രദേശങ്ങളിൽ തൊഴിലില്ലായ്മ കുറയാൻ കാരണം പറയുന്നത് എന്താണ്? കാലത്തെ ജനസാന്ദ്രമായിട്ടും ജനസംഖ്യാപരമായിട്ടൊക്കെ നഗരപ്രദേശങ്ങളിൽ കൂടുതലായതുകൊണ്ട് തന്നെ തൊഴിലും കുറവാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി വെരി ഷോർട്ട് ആൻസേഴ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ സമൂഹം എത്ര വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു, അവരുടെ മാർഗങ്ങൾ എഴുതുക. അപ്പോൾ പൊതുവെ ഇന്ത്യൻ സമൂഹത്തെ 3 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഒന്ന് ആദിവാസി സമൂഹമായിട്ടും, റൂറൽ സൊസൈറ്റി, അതുപോലെ തന്നെ നഗര സമൂഹം എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ചോദ്യം രണ്ടാമത് നോക്കൂ, സമൂഹത്തിന്റെ വിശാലമായ വിഭാഗങ്ങളുടെ വിഭജനത്തിന്റെ 3 അടിസ്ഥാനങ്ങളുടെ പേരുകൾ എഴുതുക. ഒന്ന് ഭൂമിശാസ്ത്രപരമായ ചുറ്റുപാടുകളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചിട്ടുണ്ട്, സാമൂഹിക സ്വഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ, സാംസ്കാരിക സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ, ഇങ്ങനെ 3 തരത്തിലാണ് തിരിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഗ്രാമീണ സമൂഹങ്ങളുടെ വിശാലമായ സവിശേഷതകൾ പരാമർശിക്കുക എന്നതാണ്. ഉത്തരം ഇന്ത്യയിലെ ഗ്രാമീണ സമൂഹങ്ങളുടെ ഗ്രാമസമൂഹങ്ങളാണ്. ഗ്രാമീണ സമൂഹങ്ങൾക്ക് പ്രധാനമായും ജാതി അടിസ്ഥാനമാക്കിയുള്ളതാണ്, ഭൂതകാലവുമായുള്ള ആസക്തി ഉണ്ട് എന്നുള്ളതാണ്. ഗ്രാമീണ സമൂഹങ്ങൾക്ക് കാർഷിക സമ്പദ് വ്യവസ്ഥയാണ് ഉള്ളത് എന്നുള്ളതാണ്. ഇനി നോക്കൂ, ചോദ്യം 4 നോക്കൂ, ഇന്ത്യൻ എത്ര ഗോത്രങ്ങൾ കാണപ്പെടുന്നു, അവരുടെ ജനസംഖ്യാ ശതമാനം എത്ര എന്നുള്ളത്. അപ്പൊ ഇന്ത്യയിൽ ഏകദേശം 461 ഗോത്രങ്ങൾ എന്നത് കാണപ്പെടുന്നുണ്ട്. രാജ്യത്ത് വ്യാപിച്ചു കിടക്കുന്നു. ഏകദേശം 2001 സെൻസസ് പ്രകാരം അവരുടെ ജനസംഖ്യ ഏകദേശം 8.1 കോടിയാണ്. മൊത്തം ജനസംഖ്യയുടെ ഏകദേശം 8.1% എന്നത് ഇന്ത്യയിൽ ഗോത്രങ്ങൾ കാണപ്പെടുന്നു എന്നതാണ്. നോക്കൂ, ഇനി റൂറൽ സൊസൈറ്റിയുടെ അർത്ഥം വിശദീകരിക്കുന്നത്. റൂറൽ സൊസൈറ്റി എന്ന് വെച്ചാൽ ഗ്രാമീണ സമൂഹം എന്നാൽ ഗ്രാമത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതി പരിസ്ഥിതിയെ ആശ്രയിക്കുന്ന സമൂഹമാണ് റൂറൽ സൊസൈറ്റി. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും കൃഷിയെയും അനുബന്ധ പ്രവർത്തനങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. ഈ സമൂഹങ്ങൾക്ക് കുറഞ്ഞ ജനസാന്ദ്രതയാണ് എവിടെ ഉണ്ടായിരിക്കുക, നമ്മുടെ ഈ പറഞ്ഞ ഗ്രാമപ്രദേശങ്ങൾ ഉണ്ടായിരിക്കുക. അപ്പൊ അടുത്ത ഗ്രൂപ്പ് ബന്ധങ്ങളുടെ വാമൊഴി പാരമ്പര്യങ്ങളുണ്ട് ഗ്രാമീണ സമകാലിക വീക്ഷണകോണിലെ സാമൂഹിക സാമ്പത്തികമായി വികസിപ്പിച്ചിട്ടുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. അതിനകത്ത് നമ്മുടെ രാജ്യത്ത് അവരുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇതിട്ടുണ്ട് ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഗ്രാമപ്രദേശത്തുള്ളവരുടെ സിസ്റ്റമാണ് നമ്മൾ റൂറൽ സൊസൈറ്റിയുടെ അർത്ഥം വിശദീകരിക്കുന്നത്. ആ ഗ്രാമപ്രദേശത്തുള്ളവരുടെ സിറ്റുവേഷൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. ഇന്ന് നമ്മൾ അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും മറ്റുമായിട്ട് നമ്മൾ പുതിയ പദ്ധതികളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. അർബൻ സൊസൈറ്റി എന്ന ആശയത്തിന്റെ അർത്ഥം വ്യക്തമാക്കുക. ആശയത്തിന്റെ അർത്ഥം നഗര സമൂഹ നഗരങ്ങളും മെട്രോകളും ഉൾക്കൊള്ളുന്നു. ഉയർന്ന ജനസാന്ദ്രതയുള്ള കൃഷി, മൃഗങ്ങളെ വളർത്തൽ എന്നിവ ഒഴികെയുള്ള തൊഴിലുകളിൽ ഏർപ്പെടുന്ന ആളുകൾ. വലിയ സമൂഹത്തിന്റെ സംസ്കാരത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രത്യേക പരിസ്ഥിതി ശാസ്ത്രവും സംസ്കാരമുള്ള ഒരു പ്രദേശമായി ഒരു നഗര സമൂഹത്തെ നമുക്ക് നിർവചിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നഗരപ്രദേശം എന്താണെന്ന് അല്ലെങ്കിൽ നമുക്ക് അർബൻ സൊസൈറ്റി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. നോക്കൂ, ഇന്ത്യയിലെ നഗരങ്ങളുടെ പ്രധാന പേരുകളും അവരുടെ നാമകരണത്തോടൊപ്പം പ്രതീക്ഷിക്കാവുന്ന സംഖ്യയോ മൊത്തം ജനസംഖ്യ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ കാണുന്ന നഗരങ്ങളുടെ തരങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് മെട്രോ സിറ്റികൾ എന്ന് വെച്ചാൽ ഏകദേശം 10 ലക്ഷത്തോളം വരുന്നത്. പിന്നെ ക്ലാസിക് 1 സിറ്റി എന്നുള്ളത് അത് ഏകദേശം
1,00,000 വരുന്നതാണ്. പിന്നെ വരുന്നത് ക്ലാസ് 2 ടൗൺ ആണ്. മറ്റേത് ഒന്ന് മെട്രോ ഒന്ന് സിറ്റി കണ്ടിട്ട് ടൗൺ ആണ്. ടൗൺ ഏകദേശം 50,000. പിന്നെ ടൗൺ തന്നെ മറ്റൊന്ന് ക്ലാസ് 3 ആയിട്ടുള്ള ടൗൺ ഏകദേശം 20,000. ടൗൺ എന്ന ഏകദേശം 10,000. അപ്പൊ ഇങ്ങനെയാണ് പോപ്പുലേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഫസ്റ്റ് ഒരു ടോപ്പ് ആളുകൾ മെട്രോ എന്ന് പറയും, സിറ്റി എന്ന് പറയും. ടൗൺ 3 തരം ടൗൺ ഉണ്ട്. അതിൽ തന്നെ ഡിഫറൻസ് ആയിട്ടുള്ള ജനസംഖ്യകളായിരിക്കും, പോപ്പുലേഷൻസ് ആയിരിക്കും ഇതിൽ കാണിക്കുക എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ചോദ്യം പറയാനുള്ളത് ശ്രദ്ധിച്ച് കളിക്കുക. ഏകദേശം ഇന്ത്യയിലെ നഗരപ്രദേശത്തിന്റെ പ്രധാന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാന മാനദണ്ഡങ്ങൾ എന്തെല്ലാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ നഗരപ്രദേശത്തിന്റെ പ്രധാന മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യയിലെ പ്രധാന മാനദണ്ഡങ്ങൾ: 1. നഗര സമൂഹത്തിൽ ജീവിതത്തിന്റെ പ്രത്യേകതയുള്ള പട്ടണങ്ങളും നഗരങ്ങളും മെട്രോകളും ഉൾപ്പെടുന്നു. ജനസാന്ദ്രത കൂടുതലുള്ള ഒരു പ്രദേശമായ നഗര സമൂഹത്തെ നിർവചിക്കാം. കൃഷി ഒഴികെയുള്ള തൊഴിലുകളിൽ ഏർപ്പെടുന്ന ആളുകൾ വലിയ സമൂഹത്തിന്റെ സംസ്കാരത്തിന് വ്യത്യസ്തമായ പരിസ്ഥിതിയും സംസ്കാരമുള്ള മൃഗങ്ങളെ വളർത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാമാണ് എന്ത് പറയുന്നത്, നമ്മൾ പറഞ്ഞ ഇന്ത്യയിലെ നഗരപ്രദേശത്തിന്റെ പ്രധാന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് എന്ത് പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നേരത്തെ ക്ലാസ് മനസ്സിലാവുന്ന ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാം. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഉത്തരം നൽകാം. പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക, പോയിന്റ്സുകളൊക്കെ എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നോക്കൂ, ഇന്ത്യയിലെ നഗരപ്രദേശങ്ങൾ ഇനി പറയുന്ന സ്വഭാവ സവിശേഷതകൾ ഉണ്ട് എന്നതാണ്. 1. മുനിസിപ്പാലിറ്റി, മെട്രോപൊളിറ്റിക്കൽ കൗൺസിൽ, നോട്ടിഫൈഡ് ഏരിയ, അതുപോലെ കൗൺസിൽ അല്ലെങ്കിൽ തന്നെ കൺവെൻസ്മെന്റ് ബോർഡ് തുടങ്ങിയ ചില നഗര ഭരണ യൂണിറ്റുകൾ നിന്നുണ്ട് ഒരു പ്രദേശത്തുണ്ടാവും. ഏകദേശം 10,000-ലധികം ജനസംഖ്യയുള്ള ഒരു പ്രദേശമായിരിക്കും. ജനസംഖ്യയുടെ 70% കാർഷികേതര തൊഴിലാളികളായിരിക്കും. ഒരു ചതുരശ്ര മേലിൽ 1000 ആളുകളുടെ സാന്ദ്രത ഉണ്ടായിരിക്കും. ഒരു വ്യാവസായിക പ്രദേശം പോലെയുള്ള ചില നഗര സൗകര്യങ്ങൾ, അതുപോലെ വിനോദ കേന്ദ്രങ്ങളും വിനോദസഞ്ചാര പ്രാധാന്യവും ഉള്ള ഒരു സൗജന്യ പാർപ്പിടം അല്ലെങ്കിൽ ചില നാഗരിക സൗകര്യങ്ങളും ഉള്ളതായിരിക്കും ഇന്ത്യയിലെ നഗരപ്രദേശം എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കിയല്ലോ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യും, ഒരു നഗരപ്രദേശം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, റെഡി ആണല്ലോ. അപ്പോൾ നിങ്ങൾ എന്താ ഈ ഭാഗം മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. നമുക്ക് ഈ നെക്സ്റ്റ് ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും ഇത് നമ്മുടെ ആ പാഠത്തെ മൊത്തമായിട്ട് വിലയിരുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് പോവുക. എന്ത് ചെയ്യരുത്, വെറുതെ പോയിരിക്കുന്ന ഒരു അവസ്ഥ നമുക്കിടയിൽ ഉണ്ടാവരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുക, എന്തായാലും വിജയം നിങ്ങളുടെ കയ്യിൽ എന്ത് ചെയ്യും, ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ 27 കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ കുറിച്ചാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ചാപ്റ്ററിൽ 27ാമത്തെ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. തന്നെ ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ചാണ്, ജാതി വ്യവസ്ഥയെ കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയാൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഒരു ബ്രാക്കറ്റുകൾ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പുക്ക ഭക്ഷണം തയ്യാറാക്കുന്നത് ഡാഷ് ഇല, വെള്ളം, നെയ്യ് എന്നിവ ഉപയോഗിച്ചാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ വലിയ ടീം ഉണ്ടാക്കിയിരുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടായിരുന്ന വലിയ ആളുകള്, ബ്രാഹ്മണ വിഭാഗങ്ങളൊക്കെ അവരൊക്കെ നിർമ്മിച്ച് എന്താണ് അവർ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത് നെയ്യിൽ നിന്നാണ്, നെയ്യ് കൊണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഈ പുക്ക ഭക്ഷണം നെയ്യിൽ നിന്നാണ് ഉണ്ടാക്കിയിരുന്നത് എന്നുള്ളതാണ്. ബ്രാഹ്മണരുടെ തൊഴിൽ എന്താണ് ഡാഷ് എന്നുള്ളതായിരുന്നു, പുരോഹിതന്മാരായിരുന്നു ബ്രാഹ്മണർ എന്ന് പറയുന്നത്. തൊട്ടുകൂടാത്തവരെ ഇന്ന് ഡാഷ് എന്ന് തിരിച്ചറിയുന്നു. OBC അല്ലെങ്കിൽ ദളിതർ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, തിരിച്ചറിയുന്ന വിഭാഗങ്ങളാണ്. ജാതീയതയുടെ അംഗത്വം എന്താണ്, ജാതിയുടെ അംഗത്വം എന്താണ്, അദ്ദേഹത്തിന്റെ പാരമ്പര്യമാണ്. അദ്ദേഹം ഇപ്പൊ ജനിച്ച ജാതി ഏതാണോ അതനുസരിച്ച് അദ്ദേഹത്തിന്റെ പാരമ്പര്യം ഉണ്ടായിരിക്കുക. മനസ്സിലായല്ലോ, അനുസരിച്ച വ്യത്യാസങ്ങൾ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ ജനിച്ച താഴ്ന്ന ജാതിയിലാണെങ്കിൽ ഞാൻ ഇന്ന് എന്ത് ചെയ്യുന്നു, ഇനി എത്ര ഉയർന്നാലും ഞാൻ അറിയപ്പെടുന്ന എന്റെ പാരമ്പര്യം അനുസരിച്ചായിരിക്കും ഞാൻ ചെയ്യുക, ഏത് ജാതിക്കാരനാണ്, ഏത് വിധക്കാരനാണ് എന്നുള്ളതൊക്കെ അറിയപ്പെടുക. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്, പാരമ്പര്യമാണ് ജാതിയുടെ അംഗത്വം എന്നുള്ളത്. ഓക്കെ, എന്താണ് മാച്ചിങ് ദ ഫോളോവിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. പാൻ ഇന്ത്യക്ക് ജാതി കാണാൻ പറ്റും. എന്താണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്, എന്താണ് അൺടച്ചബിൾസ് ആൻഡ് 4,000 ഗ്രൂപ്പ്സ് അല്ലെ. അപ്പോൾ ദളിത്, വർണ്ണ, ക്ലാസ്, ജാതി ഇങ്ങനെ കാണാം. അപ്പൊ എന്താണ് പാൻ ഇന്ത്യക്കായിട്ടുള്ള ഏറ്റവും എന്താണ് വർണ്ണയാണ്. അച്ചീവ്ഡ് സ്റ്റാറ്റസ് നേടിയെടുത്ത വർഗം, നമ്മൾ പറയും വർഗങ്ങൾ എന്ന് പറയുമല്ലോ, അതാണ് എന്ന് പറയുന്നത് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. അവനെ നേടിയെടുത്ത അവന്റെ ആ ഒരു സ്റ്റാറ്റസ്, അവന്റെ നിലവാരം, അതാണ് ക്ലാസ് എന്ന് പറയുന്നത്. അൺടച്ചബിൾ അല്ലെ, തൊട്ടുകൂടായ്മയുള്ളത് ദളിത് വിഭാഗത്തിലാണ്. അതായത് 4,000 ഗ്രൂപ്പ്സ് അല്ലെ, 400 സംതിങ് നമ്മൾ പറഞ്ഞിരുന്നു ആരുണ്ട്, ജാതീയത നമ്മുടെ ഈ ഇന്ത്യയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഒരു ഡിഫറൻസ് ആയിട്ട് ജോയിൻ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് യോജിപ്പിക്കാനുള്ളത്, അതിന് ഈ ഒരു മാച്ച് ചെയ്യാനുള്ളതാണ് ഈ ഒരു വരുന്നത്. ഇത് ക്വസ്റ്റ്യൻസ് ആണ്, ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. Okay, filling the blanks with the appropriate words from the brackets. അപ്പോൾ ഈ ഒരു വിട്ടുപോയ ഭാഗത്ത് ബ്രാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സംസ്കൃതവൽക്കരണം എന്നാൽ ഡേഷ് ജാതി ഉയർന്ന ജാതിയായി മാറുന്നു അല്ലെ. അപ്പോൾ സംസ്കൃതവൽക്കരണം എന്ന് വെച്ചാൽ എന്താണ്, താഴ്ന്ന ജാതി ഉയർന്ന ജാതിയായി മാറുന്ന സിസ്റ്റത്തിനാണ് സംസ്കൃതവൽക്കരണം എന്നത്. പാശ്ചാത്യവൽക്കരണം എന്നാൽ ഡാഷ് മൂല്യങ്ങൾ എന്ന് പറയുന്നു. പാശ്ചാത്യ മൂല്യങ്ങൾക്കാണ് പാശ്ചാത്യവൽക്കരണം എന്നത്. ആധുനികവൽക്കരണം എന്നാൽ ഡാഷ് വീക്ഷണമാണ്. എന്ത് വീക്ഷണമാണ്, യുക്തിസമമായിട്ടുള്ള ഒരു വീക്ഷണമുള്ളതാണ് എന്ന് പറയുന്നത് ആധുനികവൽക്കരണം എന്ന് പറയുന്നത്. ഒരു പ്രബല ജാതിയിൽ
ഒരു ഡാഷ് ജനസംഖ്യ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒരു വലിയ ജനസംഖ്യ എവിടെയുണ്ട്, ഒരു പ്രബല ജാതിയിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. ഈ ജാതി എന്ന പദത്തിന്റെ ഉത്ഭവം ചുരുക്കത്തിൽ വിശദീകരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ജാതി എന്ന വാക്കിന്റെ ഉത്ഭവം സ്പാനിഷ് പദമായിട്ടുള്ള കാസ്റ്റയിൽ നിന്നാണ് എന്ത് വരുന്നത്. അപ്പൊ അതൊരു വംശം അല്ലെങ്കിൽ തന്നെ ഒരു കൂട്ടം പാരമ്പര്യ ഗുണം. പോർച്ചുഗീസുകാരാണ് ആദ്യമായി ജാതിയെ എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഈ പദം എന്ത് ചെയ്യുന്നു, ഈ കാസ്റ്റ് എന്ന സിസ്റ്റം എന്ത് ചെയ്തു, അല്ലെങ്കിൽ അവർ എന്ത് ചെയ്തു, ഇതിനെ ഉപയോഗിച്ചത്. അപ്പൊ നോക്കൂ, എങ്ങനെയാണ് ജാതി എന്ന വാക്ക് ഇന്ത്യയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. നമുക്ക് എന്ത് ചെയ്യാം, അതിന് വിശദീകരിച്ച് ചെയ്താൻ പറ്റും നോക്കാം. അപ്പൊ വർണ്ണത്തെയും ജാതിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അർത്ഥത്തിൽ ഈ വാക്ക് ആശയക്കുഴപ്പം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. വർണ്ണത്തെയും ജാതിയെയും തിരിച്ചറിയുക എന്നുള്ള വിഷയത്തിൽ. അപ്പൊ നിങ്ങൾക്കറിയാവുന്നത് പോലെ ബ്രാഹ്മണർ, നക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെ 4 ജാതികളുണ്ടെന്ന് ആളുകൾ പറയുന്നു. വാസ്തവത്തിൽ ഈ 4 ജാതികളല്ല, വർണ്ണങ്ങളാണ് ഇവകൾ എന്ന് എന്ത് ചെയ്യാം, നമ്മൾ മനസ്സിലാക്കാം. ഇന്ന് നാം കാണുന്ന വർണ്ണങ്ങളല്ല, ജാതികളെയാണ്. 4 വർണ്ണങ്ങളും ഏകദേശം 4000 ജാതികളും 4 വർണ്ണങ്ങളും ഏകദേശം 4000 ജാതികളും എന്തുണ്ട് നമ്മൾ കാണപ്പെടാം. ജാതി എന്ന വാക്ക് എല്ലാ ജാതികൾക്കും ജാതികൾക്കും മറ്റും ഉപയോഗിക്കുന്നു. നമ്മുടെ സമൂഹത്തെ ജാതി രഹിതമാക്കണമെന്ന ആവശ്യം ഇക്കാലത്ത് ഉയർന്നു വരുന്നുണ്ട്. എന്നിരുന്നാലും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഔപചാരികമായിട്ടുള്ള സംഘടനകൾ ഉണ്ടാക്കുക, കർക്കശത കുറക്കുക, രാഷ്ട്രീയവുമായുള്ള ബന്ധം പുലർത്തുക എന്നിങ്ങനെയുള്ള പല പുതിയ സവിശേഷതകളിലേക്ക് ജാതി രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നോക്കൂ, ചോദ്യം 1, ജാതി എന്ന പദത്തിന്റെ വാക്കിന് ഒരു നിർവചനം നൽകുക എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ, ജാതീയതയുടെ നിർവചനം ഒരു പൊതു നാമവും പൊതുവായിട്ടുള്ള പരമ്പരാഗത തൊഴിൽ, പൊതു സംസ്കാരം, ചലനാത്മകത, പദവിയുടെ വ്യതിരിക്തത, ഒരു ഏകീകൃത സമൂഹം രൂപീകരിക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ താരതമ്യേന കർശനമായുള്ള പാരമ്പര്യ എൻഡോഗോമസ് ഗ്രൂപ്പ് ആയതിനെയാണ് ജാതീയ എന്ന് നമുക്ക് അറിയാം. എന്ന ഒരു ഗ്രൂപ്പിലാണ് ജാതീയത എന്ന് പറയുന്നത് എന്ന് നമുക്ക് അറിയാം, മനസ്സിലാക്കുക. ഓക്കെ, നോക്കൂ, പാശ്ചാത്യവൽക്കരണം നമ്മുടെ രാജ്യത്തെ ജാതി വ്യവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്തിയത് എങ്ങനെയെന്ന് നമ്മൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ ഒരു പാശ്ചാത്യവൽക്കരണം നമ്മുടെ രാജ്യത്തെ എങ്ങനെ ജാതിയിൽ തന്നെ മാറ്റം വരുത്തിയത്. അപ്പൊ ഇന്ത്യൻ പാശ്ചാത്യവൽക്കരണത്തിൽ ജാതി വ്യവസ്ഥ എന്നുള്ളത് തന്നെ ഇത് പാശ്ചാത്യ ജീവിതശൈലി, ഭാഷ, അതുപോലെ തന്നെ വസ്ത്രധാരണം, രീതി, പെരുമാറ്റ രീതി, അതുപോലെ തന്നെ എന്താണ് എന്നിവയുമായിട്ടുള്ള പൊരുത്തപ്പെടുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ പറയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായും ബ്രിട്ടീഷ് സ്വാധീനം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പാശ്ചാത്യവൽക്കരണത്തിന്റെ സവിശേഷതകൾ ഇവിടെ. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഇടപെടലാണ് പാശ്ചാത്യ സ്വാധീനം ഇവിടെ വരാൻ കാരണം നമുക്കറിയാം. യുക്തിസമായ വീക്ഷണ, ശാസ്ത്രീയവും ലക്ഷ്യബോധവും ഉള്ളതായിട്ടുള്ള വീക്ഷണമാണ് ഇവിടെ. മെറ്റീരിയൽ പുരോഗതിയിലുള്ള താല്പര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആധുനികതയിലേക്കുള്ള ചാട്ടം, ആധുനിക ആശയവിനിമയ പ്രക്രിയയും മാധ്യമങ്ങളെയും ആശ്രയിക്കുക, ഇംഗ്ലീഷ് മീഡിയ വിദ്യാഭ്യാസം, ഉയർന്ന സാമൂഹിക ചലനാത്മക മുതലെല്ലാം എന്തെന്നു ഇപ്പോൾ പാശ്ചാത്യവൽക്കരണത്തിലേക്ക് നമ്മൾ അയച്ചു. ഉയർന്ന ജാതിക്കാർ ആദ്യം സ്വയം പാശ്ചാത്യവൽക്കരിച്ചു, പിന്നീട് താഴ്ന്ന ജാതിക്കാരും ഈ പ്രക്രിയയോട് പൊരുത്തപ്പെട്ടു. ജാതി വ്യവസ്ഥയുടെ കാഠിന്യത്തെ അത് വലിയ തോതിൽ സ്വാധീനിക്കുകയും ചെയ്തു. അതിനൊരു വഴക്കമുള്ള സംവിധാനമാക്കി മാറ്റുകയും ചെയ്തു. പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ ജാതീയതയുടെ അവസ്ഥ ഇങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നൊരു പാശ്ചാത്യവൽക്കരണത്തിന്റെ കടന്നുകയറ്റം ആണ് നമ്മളിവിടെ കണ്ടത്, പറയപ്പെടുന്നത്. അപ്പൊ എന്താണ് ജാതി വ്യവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്തിയത്, എത്രത്തോളം പങ്കുവഹിച്ചിട്ടുണ്ട് ഈ പാശ്ചാത്യവൽക്കരണത്തിന് എന്നുള്ളതാണ്. ഓക്കെ, നോക്കൂ, ഇനി എന്താണ് സംസ്കൃതവൽക്കരണം എന്നുള്ളതാണ്. അപ്പൊ സംസ്കൃതവൽക്കരണത്തിന്റെ അർത്ഥം ഏത് താഴ്ന്ന ജാതിക്കാരും ഉയർന്ന ജാതിയുടെ പെരുമാറ്റ രീതി, ജീവിതശൈലി, സംസ്കാരം എന്നിവയുമായി പൊരുത്തപ്പെടാനും ആ ഉയർന്ന ജാതിയിൽ അംഗത്വം നേടാൻ കഴിയുന്ന ഒരു പ്രക്രിയയാണ്. എന്നാൽ അവർ തങ്ങളുടെ വൃത്തിഹീനമായ തൊഴിലും മാംസാഹാരവും മദ്യവും പോലെയുള്ള മറ്റ് അശുദ്ധമായുള്ള ശീലങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. തൊട്ടുകൂടാത്തവരെ അവരുടെ പദവി അസംസ്കൃതമാക്കാൻ അനുവദിച്ചില്ല. അങ്ങനെ ഇടത്തരം ജാതിക്കാർക്ക് മാത്രമേ സ്വയം സംസ്കൃതമാകാൻ കഴിയൂ. സംസ്കൃതവൽക്കരണത്തിന് ഒരു ജാതിക്ക് 3 വ്യവസ്ഥകൾ ഉണ്ടായിരിക്കണം. ഒന്ന്, അതിന് സ്പർശിക്കാവുന്ന ഒരു പദവി ഉണ്ടായിരിക്കണം, അതിന് മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരിക്കണം, ഏതെങ്കിലും കഥയോ കെട്ടുകഥയോ പ്രചരിപ്പിച്ച് ഉയർന്ന ജാതിയിൽ അംഗത്തിന്റെ അവകാശം വാദം ഉന്നയിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് നോക്കൂ, ഇതൊരു ഗ്രൂപ്പ് പ്രക്രിയയാണ്, ഒരു വ്യക്തിഗത പ്രക്രിയയല്ല. ഇതൊരു നീണ്ട പ്രക്രിയയാണ്, ഒറ്റ രാത്രി കൊണ്ട് നടക്കുന്ന പ്രക്രിയ നടക്കുന്നതല്ല. അപ്പൊ ഇതുപോലെ ഘടനാപര മാറ്റങ്ങളിലേക്കല്ല, സ്ഥാനമാറ്റത്തിലേക്ക് നയിക്കുന്നു. ഇതിനകത്ത് ഒരു പ്രത്യേക താഴ്ന്ന ജാതി ഒരു പ്രത്യേക പ്രദേശത്ത് ഉയർന്ന ജാതിയായി അതിന്റെ സ്ഥാനം മാറ്റുന്നു, എന്നാൽ ജാതിഘടന നിന്ന് മാറുന്നില്ല എന്നുള്ളതാണ്. ഇനി ഈ പ്രക്രിയയുള്ള ജാതിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഏറ്റവും താഴ്ന്ന ജാതിക്കാർ അവരുടെ പദവി ഉയർന്ന ജാതികളാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമ്മൾ ജാതി വ്യവസ്ഥയുടെ ഈ ചാപ്റ്ററിൽ നിന്നത് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ എന്തുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇനി പറയാനുള്ളത് നെക്സ്റ്റ് ചാപ്റ്റർ ആണ്, ചാപ്റ്റർ 28 ആണ്. അപ്പൊ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റിൽ എന്ത് ചെയ്യുക, അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ നോക്കൂ, ചാപ്റ്റർ 28 മേജർ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രധാന മതസമൂഹങ്ങളെ കുറിച്ചാണ് നമുക്ക് എന്ത് ഇവിടെ പറയാനുള്ളത് എന്നുള്ളതാണ്. നോക്കൂ, ഇനി പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് ഇപ്പൊ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഏകദേശം ജനസംഖ്യ നോക്കൂ. ക്വസ്റ്റ്യൻ മേജർ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ എന്നിട്ട് ഏറ്റവും വലിയ ഇന്ത്യയിലെ വലിയ കമ്മ്യൂണിറ്റി ഏതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ മറ്റേ സെക്കൻഡ് കമ്മ്യൂണിറ്റി ഏതാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. ഫസ്റ്റ് ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്, സെക്കൻഡ് വരുന്നത് മുസ്ലിംസ് ആണ്, തേർഡ് വരുന്നത് ക്രിസ്ത്യൻസ് ആണ്, പിന്നെ ജൈന, ബുദ്ധ അങ്ങനെ മതങ്ങൾ വരുന്നു. അതിനുശേഷമുള്ള മറ്റു മതങ്ങളൊക്കെ കടന്നു വരുന്നു എന്നുള്ളതാണ്. ധാരാളം മതങ്ങൾ ഇന്ത്യയിൽ നിന്ന് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അപ്പോൾ ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം,
നമ്മൾ കാര്യത്തിലേക്ക് വരാം, ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ചോദ്യം ഇന്ത്യയിലെ എന്താണ് ഹിന്ദുക്കളുടെ ഏകദേശ ജനസംഖ്യ എത്ര എന്നുള്ള ദേശം 83% നിന്നു ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ജനസംഖ്യ വരുന്നത്. ലോകത്ത് എവിടെയാണ് ഹിന്ദുക്കൾ കാണപ്പെടുന്നത്? ഇന്ത്യ, നേപ്പാൾ കൂടാതെ ഏഷ്യ, ആഫ്രിക്ക, കരീബിയൻ ദ്വീപുകൾ, ഫിജി, USA, യുണൈറ്റഡ് കിങ്ഡം എന്നിവിടെയെല്ലാം ഹിന്ദുക്കൾ നിന്ന് കാണപ്പെടുന്നുണ്ട്. ഏത് നാഗരികതയിൽ നിന്നാണ് ഹിന്ദു മതത്തിന്റെ പേരുകൾ കണ്ടെത്തിയിരുന്നത്? സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്നാണ് ഹിന്ദുക്കളുടെ ഇത് വരുന്നത്. പിന്നെ ഓരോ ഇസ്ലാമിക ഇറാന്റെ മതത്തിന്റെ പേര് സ്വരാഷ്ട്രീയനിസം എന്ന് നമ്മൾ അതിനെ പറയപ്പെടുന്നു. പിന്നെ ഇന്ത്യയിൽ എവിടെയാണ് സ്വരാഷ്ട്രീയനിസത്തിന്റെ അനുയായികൾ കാണപ്പെടുന്നത്? ഇപ്പോൾ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമാണ് ഈ ഒരു വിഭാഗത്തെ നമ്മൾ മെയിൻ ആയിട്ട് കാണപ്പെടുന്നത് എന്നാണ്, സ്വരാഷ്ട്രീയനിസത്തിന്റെ ആളുകളെ മെയിൻ ആയിട്ട് കാണപ്പെടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, which of the following statement is ട്രൂത്ത് ഓർ ഫാൾസ്? ട്രൂ ആൻഡ് ഫാൾസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റൻസ് നിങ്ങൾക്ക് അറിയാം, സത്യമാണോ ട്രൂ ആൻഡ് ഫാൾസ് ആണോ എന്ന് ചോദിക്കാം. അപ്പൊ ഹർഷവർദ്ധനും ബാലചക്രവർത്തിമാരും ബുദ്ധമതത്തിന്റെ വളരെയധികം സംരക്ഷണം നൽകി. അത് എന്താണ് ട്രൂ ആൻഡ് ഫാൾസ് ആണോ എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം ട്രൂ ആണ് എന്നുള്ളതാണ്. ചില പണ്ഡിതന്മാർ ബുദ്ധമതത്തെ സമാധാന പ്രേമിയും പ്രതിരോധമില്ലാത്തതുമായി കണക്കാക്കുന്നു. ട്രൂ ആൻഡ് ഫാൾസ് ആണ്, ട്രൂ ആണ്. ഇന്ത്യയിലെ 20% ജനസംഖ്യ ബുദ്ധമതക്കാരാണ്. തെറ്റാണോ? ഫാൾസ് ആണ് കേട്ടോ. ജൈനമതക്കാർ 24 തീർത്ഥങ്കരനിൽ വിശ്വസിക്കുന്നു എന്നുള്ള ഉത്തരം സത്യമാണ് എന്നുള്ളതാണ്. ഇന്ത്യയിലെ ടിബറ്റൻ അഭയാർത്ഥികൾ ജൈനമതം പിന്തുടരുന്നു. ഉത്തരം ഫാൾസ് ആണ് കേട്ടോ. അപ്പൊ എന്താണ്, അപ്പൊ ഇന്ത്യയിലെ ടിബറ്റൻ അഭയാർത്ഥികൾ എന്താണ് ജൈനമതമാണ് പിന്തുടരുന്നത് നമ്മൾ പറയുന്നു. പക്ഷെ എന്താണ്, തെറ്റാണ് എന്നുള്ളതാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പൂരിപ്പിക്കുക. ക്രിസ്തു മതം ഒരു ഡാഷ് വിശ്വാസമാണ്, ഒരു ഏകദൈവ വിശ്വാസമാണ്. അപ്പൊ ചിലപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വരാം. പക്ഷേ ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ചിലപ്പം അതിന്റെ ആൻസറുകൾ കൊടുത്തിട്ടുണ്ടാവും. അത് കണ്ടെത്താൻ ചിലപ്പോൾ എന്തുണ്ടാവും, നിങ്ങൾക്കും ഉണ്ടാവുക. മുന്നേ ചാപ്റ്ററിൽ പറഞ്ഞ ക്വസ്റ്റൻസിന് മോഡലുള്ള ക്വസ്റ്റൻസുകളാണ് ഇതിനെന്ത് ചെയ്യുക, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കി വരാൻ പോകുന്നത്. അപ്പോൾ യഹൂദ മതത്തിന്റെ അനുയായികളെ വിളിക്കുന്നത് ഡാഷ് എന്നുള്ളതാണ്. അപ്പോൾ യഹൂദ മതത്തിന്റെ ആളുകളെ നമ്മൾ ജൂതൈസ് എന്ന് പറയുന്നത്, ജൂതന്മാർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക. മഹാരാഷ്ട്രയിലെ ജൂതന്മാരെ ഡാഷ് കൂടാതെ എന്ത് ചെയ്യുന്നു, ഡാഷ് എന്ന് പറയുന്നു. അവിടുത്തെ ജൂതന്മാരും കറുത്ത ജൂതന്മാരും നമ്മൾ എന്ത് ചെയ്യുന്നു, മഹാരാഷ്ട്ര ജൂതന്മാർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു കാറ്റഗറി ചെയ്തിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വിളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഡാഷ് ദൈവം തിരഞ്ഞെടുത്തവനായി കണക്കാക്കപ്പെടുന്നു. ഇല്ല, യേശുവിനെ നമ്മൾ ദൈവം തിരഞ്ഞെടുത്തായിരുന്നു. പോർച്ചുഗീസ് ഗോവ എന്ത് ചെയ്തു, കീഴടക്കി എന്നുള്ളതാണ്. ആരാണ്? ക്രിസ്തു മതത്തിൽ നിന്നാണ് പോർച്ചുഗീസ് ആണ്, ക്രിസ്തു മതക്കാരൻ പോർച്ചുഗീസ് അവരാണ് എന്ത് ഗോവ കീഴടക്കിയത് എന്നുള്ളതാണ്. ആൻസർ ദ ഫോളോവിംഗ് ദ ക്വസ്റ്റൻസ് എന്നുള്ളത്. ഇന്ത്യയിലെ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് ഇസ്ലാം പിന്തുടരുന്നത്? ഏകദേശം 13% ആളുകളാണ് എന്ത് ഈ ഒരു ഇസ്ലാം മതം എന്തുന്നത് പിന്തുടരുന്നത്. ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? അല്ലെ, ദൈവത്തിന്റെ നിയമത്തിന് കീഴടങ്ങാനും അങ്ങനെ ഒരു സമഗ്രമായിരിക്കാനുമാണ് ഇസ്ലാം എന്ന മതം എന്ന് കാണിക്കുന്നത്. സമാധാനം എന്നുള്ളതാണ് എന്താണ് മീനിങ് വരുന്നത്. പിന്നെ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ എന്താണ് ഗ്രാമങ്ങളിലെ ജജ്മാനി സമ്പ്രദായത്തിന്റെ ഭാഗമാണോ? അതെ, അവർ എന്താണ് ഈ ജജ്മാനി സമ്പ്രദായത്തിന്റെ ഭാഗമായിരുന്നു. പിന്നെ സിഖ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ശിഷ്യൻ എന്നാണ് സിഖ് എന്ന പദത്തിന്റെ അർത്ഥം. സിഖുകാർ എത്ര ഗുരുക്കന്മാരെ പുനരവലോകനം ചെയ്യുന്നു? 10 ഗുരുക്കന്മാർ വഴിയാണ് എന്ത് ഇവരെ പുനരവലോകനം നമ്മൾ എന്താണ് ഇവരെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യൻ മതങ്ങൾ വിഭജിക്കപ്പെട്ടേക്കാവുന്ന 2 വിശാലമായ ഗ്രൂപ്പുകളുടെ പേരുകൾ. വിശാലമായി പറഞ്ഞാൽ ഇന്ത്യൻ മതങ്ങൾ 2 വിഭാഗങ്ങളായിട്ട് തിരിക്കാം. ആദ്യം പ്രാദേശിക ഉത്ഭവം, രണ്ടാമത് ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടവ. അപ്പോൾ പ്രാദേശികമായിട്ട് ഉത്ഭവിച്ചതും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഉത്ഭവിക്കപ്പെട്ടതുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യൻ മതങ്ങൾ 2ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേർതിരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ള എന്താണ്, ഏത് ഇന്ത്യൻ മതങ്ങളാണ് ആദ്യ വിഭാഗങ്ങളിൽ ഇന്ത്യയുടെ യഥാർത്ഥ അല്ലെങ്കിൽ ആന്തരിക ഘടിത മതത്തിൽ കീഴിലുള്ളത്? ഇപ്പോൾ ഹിന്ദു, ബുദ്ധമതം, ജൈനമതം, പിന്നെ സിഖ് മതം. ഇതാണ് എന്ത് ഇവിടെ തന്നെ വന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യയിൽ ഏത് മതങ്ങളാണ് 2 വിഭാഗത്തിൽ ഉണ്ടായിരുന്നത്? സ്വരാഷ്ട്രീയനിസം, യഹൂദ മതം, ക്രിസ്തു മതം, ഇസ്ലാം മതം. ഇതൊക്കെയാണ് എന്താണ് പുറത്തു നിന്ന് വന്നത്, ഇവിടേക്ക് വന്നത്. ഇവിടെ തന്നെ ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടായത് മതങ്ങളാണ് ഇവിടെ ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, അതുപോലെ സിഖ് മതം എന്നുള്ളതാണ്. പക്ഷെ ഈ മറ്റുള്ളവർക്ക് എന്താണ് പുറത്തു നിന്ന് വന്നവരാണ്, അല്ലെങ്കിൽ പുറത്തു നിന്ന് മതങ്ങൾ എന്ത് ഇവിടെ വന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇസ്ലാം മതം നമുക്കറിയാം, ക്രിസ്തു മതം നമുക്കറിയാം, എന്താണ് അല്ലെങ്കിൽ യേശുവിൽ നിന്നാണ് നമ്മൾ വരുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇസ്ലാം മതം വരുന്നത് മുഹമ്മദിന്റെ അറേബ്യൻ നാടുകളിൽ നിന്നാണ്. അതുപോലെ സ്വരാഷ്ട്രീയനിസം ഇറാഖ്, ഇറാൻ ഭാഗങ്ങളിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഹിന്ദുമതം ഒരു ജീവിത രീതിയായി മനസ്സിലാക്കാം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അപ്പോൾ ഹിന്ദുമതം ഹിന്ദു സമൂഹവുമായി അടുത്ത ബന്ധം പുലർത്തുന്നു. അതിന്റെ ഫലമായി ഒന്ന് എവിടെ അവസാനിക്കുന്നു, മറ്റൊന്ന് ആരംഭിക്കുന്നു എന്ന് പറയാൻ പ്രയാസമാണ്. ഇക്കാരണത്താൽ ഹിന്ദുമതം ഒരു ജീവിത രീതിയായി മനസ്സിലാക്കാമെന്ന് ചില എഴുത്തുകാർ പറയുന്നത്. നോക്കൂ, ഇനി ലോകത്തെ ഒരു മതം എന്ന നിലയിൽ ഹിന്ദു മതത്തിന്റെ സ്ഥാനം എന്താണ് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് നോക്കാം ഹിന്ദു മതത്തിന്റെ സ്ഥാനം എന്താണ്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ മതങ്ങളിൽ ഒന്നാണ് ഹിന്ദു മതം. അതിന്റെ വേരുകൾ സിന്ധു നദി സംസ്കാരത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഏകദേശം 3000 BC പുരാവസ്തു ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് കാലഘട്ടത്തിലാണ് എന്താണ് ശിവന്റെയും മാതൃദേവന്റെയും ദേവതയുടെയും ശക്തി ആരാധന ആര്യന്മാർ മുമ്പുള്ള കാലഘട്ടത്തിലാണ്. BC 3000 to 2000 ഇത്രയും നീണ്ട ചരിത്രമുള്ളതിനാൽ ഹിന്ദുമതം നമുക്കിനി പറയാനുള്ളത് ചോദ്യം 7ാമത്തെ ചോദ്യമാണ്. നോക്കുക,
വൈരുദ്ധ്യാത്മക വിശ്വാസങ്ങളും ഹിന്ദുമതത്തിൽ അടങ്ങിയിരിക്കുന്ന എന്ന് പ്രസ്താവന ചുരുക്കത്തിൽ വ്യക്തമാക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരു വിശുദ്ധ ഗ്രന്ഥത്തിലും ഹിന്ദുമതത്തിന്റെ സിദ്ധാന്തങ്ങൾ അടങ്ങില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് ഹിന്ദുമതത്തിന്റെ എല്ലാ അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം അവരിപ്പോ നമുക്കറിയാം ഹിന്ദുമതത്തിന്റെ ഒരൊറ്റ ചരിത്ര സ്ഥാപനമില്ല. അല്ലെ, ഹിന്ദുക്കൾ എന്താണ് എണ്ണമറ്റ ദൈവങ്ങളെയും ദേവതകളെയും ആരാധിക്കുന്നുണ്ട്. അവർ ലാസ്റ്റ് എന്ത് ഹിന്ദുമത ബഹുദൈവ വിശ്വാസമാണെങ്കിൽ അവരൊരു ലാസ്റ്റ് ഏകദേവ ബ്രഹ്മ എന്നുള്ള രീതിയിലേക്ക് നിന്നുണ്ട് അവർ ഏകദേവ വിശ്വാസത്തിലേക്കും അവർ എന്തുണ്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഹിന്ദുവായിരിക്കാൻ ദൈവത്തിന്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കേണ്ടതില്ല എന്നത് ഒരു രസകരമായിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ ഈ പരസ്പര വിരുദ്ധമായിട്ടുള്ള വിശ്വാസങ്ങൾ ഹിന്ദുമതത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഹിന്ദുമത പരസ്പരം നിരവധി മാറ്റങ്ങൾ വിധേയമായിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം നിരവധി മാറ്റങ്ങൾക്ക് എന്താണ് ഈ മതം വിധേയമായിട്ടുണ്ട്, ഹിന്ദുമതം വിധേയമായിട്ടുണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാര്യങ്ങളൊക്കെ എന്തിനുണ്ടായിരുന്നു, ഈ ഒരു ഹിന്ദുമതത്തിൽ ഉണ്ടായിരുന്നു. ചോല പ്രദേശങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ഈ മതങ്ങൾക്കിടയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് എന്ത് പറ്റും കാണാൻ പറ്റിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് തന്നെ ഈ മാറ്റം പ്രകൃതി നിയമമാണ് ഈ സാർവത്രിക സത്യത്തിൽ നിന്നോ ഹിന്ദുമതത്തിൽ അപവാദമാകാൻ കഴിയില്ല. അപ്പൊ അതിന്റെ ചരിത്രത്തിന്റെ ഹിന്ദുമതം നിരവധി മാറ്റങ്ങൾ വിധേയമായിട്ടുണ്ട് എന്നതിന്റെ ഒരു വസ്തുതയുണ്ട്. അതാണ് ഒന്ന് തൊട്ടുകൂടായ്മ എന്നുള്ള സതി. അത് ഭർത്താവ് മരിച്ചാൽ കൂടെ ഭാര്യ മരിക്കണം എന്നുള്ള ഒരു നിയമം ഇതിലുണ്ടായിരുന്നു. ഇതിനെന്ത് ചെയ്തിട്ടുണ്ട് ജനങ്ങൾ എതിർക്കുകയും അതുപോലെ തന്നെ അതായത് പെൺകുഞ്ഞിനെ കൊല്ലാൻ തുടങ്ങിയ ചില ഹിന്ദു സ്ഥാപനങ്ങൾ ബ്രിട്ടീഷുകാർ നിശിതമായി വിമർശിക്കുകയും ചെയ്തു. അന്നുണ്ടായിരുന്ന നരബലി അതുപോലെ തന്നെ പെൺ ശിശു ഹത്യ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് വന്ന ഗവൺമെന്റ് സിസ്റ്റം എന്ത് ചെയ്തു ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതവരുടെ വിശ്വാസങ്ങൾ കാര്യങ്ങൾ മാറ്റിമറിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 19ാം നൂറ്റാണ്ടിലെ മഹാനായ പരിഷ്കർത്താക്കൾ ഒരാളായിട്ടുള്ള രാജാറാം മോഹൻ റോയ് അദ്ദേഹമായിരുന്നു ബ്രഹ്മസമാജം എന്ന് പറയുന്ന ഒരു ദൈവിക സ്ഥാപിക്കുകയും അതിന് ദൈവിക ഹിന്ദുമതത്തിലേക്കുള്ള തിരിച്ചുവരവ് ഹിന്ദുമതത്തിൽ വികസിപ്പിച്ചെടുത്ത അനീതിപരമായ പല ആചാരങ്ങളും അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം എന്ത് ചെയ്തു പറയുകയും ചെയ്തു. അപ്പൊ ഹിന്ദുമതത്തിൽ തുടങ്ങി വെച്ച അനീതിപരമായുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു അദ്ദേഹം ഒഴിവാക്കുമെന്നും അത് സത്യത്തിലേക്കുള്ള ഹിന്ദുമതത്തിലേക്ക് വരാൻ അവർ പറയുന്നുണ്ട്. അതുപോലെ 1975 ആര്യ സമാജം സ്ഥാപിച്ച ദയാനന്ദ സരസ്വതിയും ദൈവിക ഹിന്ദുമതത്തിന്റെ പുനരുജ്ജീവനത്തിനായി എന്ത് പ്രവർത്തിച്ചു. മതവൽക്കരണം, അസമത്വത്തിന്റെ പ്രത്യയശാസ്ത്രം, യുക്തിബോധം എന്നിവ കാരണം മറ്റ് ആരോപണങ്ങൾ ഹിന്ദുമതത്തിന് എന്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ക്രിസ്ത്യൻ മിഷനറിമാരും ജാതി വ്യവസ്ഥയെ സംരക്ഷിതമായി വിവരിക്കുക. അപ്പോൾ ക്രിസ്ത്യൻ മിഷനറിമാരുടെ പ്രവർത്തനം എന്നുള്ളത് അവർക്കറിയാം. നമുക്ക് എന്താണ് പൊതുവെ പരമ്പരാഗത സാമൂഹിക ക്രമത്തിന് അവർക്ക് ജാതി വ്യവസ്ഥകൾ എന്തെങ്കിലും കാണപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ ഇത് താഴ്ന്ന ജാതിയിലുള്ള അധിക പേര് ചെയ്തു നമ്മൾ ഈ പറയപ്പെടുന്ന ഇതിലേക്ക് ചേക്കേറി എന്നുവെച്ചാൽ ക്രിസ്ത്യൻ മതത്തിലേക്ക് എന്ത് അധിക പേര് ഹിന്ദു മതത്തിൽ എന്ത് ക്രിസ്ത്യൻ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു എന്നതാണ്. മാത്രമല്ല ഗോത്ര മേഖലകളിൽ പ്രത്യേകിച്ച് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗങ്ങളിൽ മിഷനറി പ്രവർത്തനം സജീവമാക്കി. തൽഫലമായി ക്രിസ്തുമതം സ്വീകരിച്ച ആളുകളുടെ ജീവിതശൈലി ഗുണപരമായ മാറ്റങ്ങൾ വന്നു. അവർക്ക് വിദ്യാഭ്യാസ നിലവാരം ഉയർന്നു വന്നു. അതുപോലെ മിഷനുകൾ നിയമ സഹായം നൽകി. മിഷനുകളുടെ ശ്രമഫലമായി വടക്കു കിഴക്കൻ ഭാഗത്തുള്ള പല ഗോത്രങ്ങളും റോമൻ ഭാഷയിൽ ലിപി കണ്ടെത്തി. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിൽ ദീർഘകാലമായി നിൽക്കുന്ന മാറ്റങ്ങളുടെ ഉറവിടമായിട്ട് എന്ത് ക്രിസ്തുമതം മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇവിടെ വരുന്ന ഈ ഒരു സിസ്റ്റം എന്നുള്ളത്. അപ്പൊ ക്രിസ്ത്യൻ മിഷനുമാരുടെ അവരുടെ കടന്നുകയറ്റം അവരെ ഇങ്ങനെ ഇവിടെ മതങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റുമൊക്കെ നടത്തി എന്നുള്ളതാണ് ഇവിടെ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോ ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാം ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇടപെടുക, കൃത്യമായിട്ട് പഠിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തുള്ളൂ ഒരു പൂർണ്ണ വിജയം കൈവരിക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ വിജയിക്കാൻ വേണ്ടി എന്തെങ്കിലും നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോ വീണ്ടും നമുക്ക് ഇനിയും എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും മറ്റുമായിട്ട് നമുക്ക് ഇനിയും വരാനുണ്ട്. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് അതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു ബ്രേക്കാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എക്സാമിന് വേണ്ടി പഠിക്കുക. ഓക്കെ, അതാണ് വീണ്ടും പറയാനുള്ളത്. കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ തീർക്കാൻ നാഷണൽ അക്കാദമി ഉണ്ട്, അവിടെ പ്രഗത്ഭരായ അധ്യാപകരും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് വരുന്നതാണ്. അത് ഒരു ഷോർട്ട് ബ്രേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. സീ യു സൂൺ.